അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, ഇന്ന് നമ്മുടെ സമൂഹം വളരെ ഉത്കണ്ഠാകുലരായി നോക്കിക്കാണുന്ന ഒരു വിഷയമാണ് കൗമാരക്കാരിലെയും യുവാക്കളിലെയും ഒക്കെ ലഹരി ഉപയോഗവും അതുകൊണ്ടുണ്ടാവുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഞങ്ങളൊക്കെ 2016 മുതൽ ഇങ്ങനെയുള്ള ലഹരി വിരുദ്ധ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമയത്തൊക്കെ, പ്രത്യേകിച്ച് 2018-19 കാലഘട്ടങ്ങളിലൊക്കെ പൊതുസമൂഹത്തോട് വരുന്ന ഭാവിയെക്കുറിച്ച് കുട്ടികളിലും യുവാക്കളിലും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ലഹരി ഉപയോഗത്തെക്കുറിച്ചും അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചൊക്കെ പരമാവധി ഉത്ബോധനം നടത്തിയെങ്കിലും അന്നൊന്നും ആളുകൾക്ക് ഇങ്ങനെയുള്ള പരിപാടികളോട് വലിയ താല്പര്യമില്ലായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങള് ഒരു 100 പേരുടെ പരിപാടി വിളിച്ചു കഴിഞ്ഞാൽ അതിലൊരു 20-30 പേരെ ആണ് പൊതുവെ മാക്സിമം വരാൻ സാധ്യത ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള ലഹരി വിരുദ്ധ പരിപാടികൾക്ക് മുന്നിട്ടിറങ്ങണം. നമ്മുടെ നാട്ടിലും നമ്മളുടെ നാട്ടിലുള്ള കൂട്ടായ്മകളിലൊക്കെ നമ്മൾ മുൻകൈയെടുത്ത് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കണം. പരമാവധി നമ്മുടെ നാട്ടിലൊക്കെ എന്ത് പരിപാടികൾ, ലഹരി വിരുദ്ധ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുത്ത് ഇങ്ങനെയുള്ള ലഹരി വിരുദ്ധ പരിപാടികൾക്ക് പിന്തുണ കൊടുക്കണം എന്നുള്ള ഒരു ബോധം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നും ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഞാനൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്ന കുറച്ച് ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു പാരമ്പര്യമില്ല, അല്ലെങ്കിൽ എന്റെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, അവരൊന്നും ഒരിക്കലും ഒരു ലഹരി ഉപയോഗിക്കില്ല, അതുകൊണ്ടൊന്നും ഞാൻ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോവണ്ട. ചില രക്ഷിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 2 പെൺകുട്ടികളാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും പേടിക്കണ്ട. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, എന്റെ പരിചയത്തിലുണ്ടായിരുന്ന ഒരു മീൻ കച്ചവടക്കാരൻ, ഞാൻ അദ്ദേഹത്തോട് വൈകുന്നേരങ്ങളിലൊക്കെ ഒഴിവ് കിട്ടുന്ന സമയമൊക്കെ പോയി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത്, ഈ മീൻ കച്ചവടക്കാരന് മീൻ കച്ചവടമല്ലാതെ ചെറിയൊരു ബ്രോക്കർ പണിയുണ്ട്, കല്യാണമൊക്കെ ശരിയാക്കി കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പൊ ഇദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ് 15 ദിവസം കൊണ്ട് വിവാഹമോചനം നേടിയ ഒരു പെൺകുട്ടി എന്റെ അറിവിലുണ്ട്, നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും കല്യാണം ആലോചിക്കുന്ന ചെക്കന്മാരുണ്ടെങ്കിൽ പറയണേ എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ് 15 ദിവസം കൊണ്ട് വിവാഹമോചനം നടന്നത്, അതിനെന്താ കാരണം എന്ന് ചോദിച്ചപ്പോഴേ ഇദ്ദേഹം പറഞ്ഞത്, ഈ കല്യാണം കഴിച്ച ആള് മയക്കുമരുന്നിന് അടിമയാണ്. അപ്പൊ എനിക്ക് 2 പെൺകുട്ടികളാണ്, ഞാനൊന്നും ഒരിക്കലും പേടിക്കണ്ട എന്ന് പറഞ്ഞ രക്ഷിതാവിനോട് പറഞ്ഞത് ഈ സംഭവമാണ്. ഈ സംഭവം പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞത്, ഇന്ന് ഞങ്ങൾ മയക്കുമരുന്ന് കേസിൽ പിടിക്കുന്ന ഭൂരിപക്ഷം ആളുകളുടെയും പ്രായം എന്ന് പറയുന്നത് 20 വയസ്സിനും 28 വയസ്സിനും ഇടയ്ക്കുള്ളതാണ്. ഈ ആളുകളാണ് 3-4 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് വിവാഹാലോചനയുമായിട്ട് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് 2 പെൺകുട്ടികളാണ്, ഞാൻ ഒരിക്കലും പേടിക്കണ്ട എന്ന് പറഞ്ഞ രക്ഷിതാവിന് പിന്നീട് മറുപടിയില്ല. അതുകൊണ്ട് ഒരാളും വിചാരിക്കേണ്ട ഇതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എന്റെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, അതുകൊണ്ടും ഞാൻ ഇങ്ങനെയുള്ള പരിപാടിക്ക് പങ്കെടുക്കണ്ട എന്ന് ദയവ് ചെയ്ത് ഒരാളും വിചാരിക്കരുത്. കാരണം നമ്മുടെ മക്കളോ നമ്മുടെ കുട്ടികളോ മാത്രം ലഹരി വസ്തു ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് കാര്യമില്ല.
നമ്മുടെ സമൂഹത്തില് ആര് ലഹരി വസ്തു ഉപയോഗിച്ചു കഴിഞ്ഞാലും അതിന്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ ആകെ അനുഭവിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന പഠിക്കുന്ന ചില യുവ ഡോക്ടർമാരെ, മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവ ഡോക്ടർമാരെ, എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവ എഞ്ചിനീയർമാരെ, മറ്റ് പ്രൊഫഷണൽ മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ, പ്രത്യേകിച്ച് യുവാക്കളായ ആളുകളെ ഒരുപാട് ലഹരി കേസുകളിൽ, മയക്കുമരുന്ന് കേസുകളിൽ പിടികൂടിയിട്ടുണ്ട്. ഈ മെഡിസിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ മെഡിസിൻ പഠനം കഴിഞ്ഞ് ഡോക്ടർമാരായിട്ട് നമ്മുടെ നാട്ടിലേക്ക് നമ്മളുടെ മക്കളെയോ നമ്മളുടെ വൃദ്ധരായ മാതാപിതാക്കളെയോ ഒക്കെ ചികിത്സിക്കാൻ വരുന്നുണ്ട്. അവര് കൊടുക്കുന്ന ചികിത്സക്ക് എന്താണ് ഗ്യാരണ്ടി? ഈ യുവ എഞ്ചിനീയർമാര് പഠിക്കുന്ന കാലം തൊട്ട് ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, മയക്കുമരുന്ന് വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ പഠനം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ ബിൽഡിങ്ങുകളും പാലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് പണമുണ്ടാക്കി നമുക്ക് നല്ലൊരു വീട് വെക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു എഞ്ചിനീയറെയോ ഒരു ആർക്കിടെക്റ്റിനെയോ ഒക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവര് നമ്മൾക്ക് ഉണ്ടാക്കി തരുന്ന വീട് എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് വാഹനാപകടങ്ങളുടെ കണക്ക് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വാഹനാപകടങ്ങൾ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനം ഓടിച്ചിട്ട് സംഭവിക്കുന്നുണ്ട്. ഈ വാഹനാപകടങ്ങളിൽ മരിച്ചു പോകുന്ന ആളുകൾ, കൊല്ലപ്പെടുന്ന ആളുകൾ നിഷ്കളങ്കരായിട്ടുള്ള ഒരു ലഹരി വസ്തു ഉപയോഗിക്കാത്ത ആളുകളാണ്. അപ്പൊ പലപ്പോഴും ആരെങ്കിലും ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇരകളായി തീരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ദൂഷ്യഫലങ്ങൾ മുഴുവനായിട്ട് അനുഭവിക്കുന്നത് അത് ഉപയോഗിക്കുന്ന ആള് മാത്രമല്ല, സമൂഹത്തിലുള്ള നിഷ്കളങ്കരായിട്ടുള്ള നമ്മളെ പോലെയുള്ള നല്ല ആളുകളാണ്. അതുകൊണ്ട് ഒരാൾക്കും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് യുവതലമുറയെ നമ്മള് ഉത്ബോധിച്ചുകൊണ്ട് ലഹരിക്കെതിരെ ചെറിയ പ്രായത്തിലെ മോശപ്പെട്ട സാധനമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളർത്തി വലുതാക്കണം. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലൊക്കെ ജാഗ്രതാ സമിതികളുണ്ട്. പൊതുവെ ജാഗ്രതാ സമിതികൾ നേരിടുന്നത് രണ്ട് തരത്തിലുള്ള ആളുകളെയാണ്. ഒന്ന് ലഹരി വസ്തുക്കൾ വിൽക്കുന്ന, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളെ. രണ്ടാമത്തത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത ആളുകളെ. ഈ ലഹരി വസ്തുക്കൾ വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾക്ക് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിയമപരമായിട്ട് നേരിടാവുന്നതാണ്. രണ്ടാമത്തത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത ആളുകളെ, പ്രത്യേകിച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത ആളുകളെ നമ്മൾ കൃത്യമായിട്ട് ബോധവൽക്കരണങ്ങൾ നടത്തി ഇങ്ങനെയുള്ള ലഹരി ഉപയോഗത്തിലേക്ക് പോകാതിരിക്കാൻ കൃത്യമായി ആസൂത്രണം ചെയ്ത് പ്ലാൻ ചെയ്ത് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കണം. അപ്പൊ ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ്. ആദ്യത്തേത്, എന്ത് കാരണം കൊണ്ടായിരിക്കും യുവാക്കളും കൗമാരക്കാരും ഒക്കെ ലഹരി ഉപയോഗം തുടങ്ങുന്നത്? അത് രക്ഷിതാക്കൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. രണ്ടാമത്തേത്, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവും? മൂന്നാമത്തത്, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നാലാമത്തത്, ലഹരി ഉപയോഗത്തിലേക്ക് നമ്മുടെ യുവതലമുറ പോവാതിരിക്കാൻ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അത് കഴിഞ്ഞിട്ട് നിയമത്തിന്റെ കുറച്ച് വശങ്ങൾ കൂടെ ഞാൻ പറയാം. അതിൽ ആദ്യത്തേത്, എന്ത് കാരണം കൊണ്ടാണ് കൗമാരക്കാരും യുവാക്കളും ഒക്കെ ലഹരി ഉപയോഗം തുടങ്ങുന്നത്? അതില് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ ഞാൻ ആദ്യം പറയാം. അതിൽ ആദ്യത്തേത്, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെയുള്ള കേസുകൾ എടുക്കുമ്പോഴ്, പ്രത്യേകിച്ച് മയക്കുമരുന്ന് കേസ് എടുക്കുമ്പോഴ് 25 വയസ്സിന് താഴെയുള്ള യുവാക്കളോടൊക്കെ അല്ലെങ്കിൽ കൗമാരക്കാരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, ഈ ലഹരി വസ്തു എവിടെ നിന്നാണ് കിട്ടിയത്? അല്ലെങ്കിൽ ഈ ലഹരി വസ്തു ആരാണ് ഉപയോഗിക്കാൻ പഠിപ്പിച്ചത്? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവര് പറയാറുള്ളത്, എന്റെ കൂട്ടുകാരനാണ് തന്നത്. അപ്പൊ ഞാൻ പലപ്പോഴും ഇവരോട് ചോദിക്കാറുള്ളത്, ഇത് മോശപ്പെട്ട സാധനമാണെന്ന് നിനക്കറിയാമായിരുന്നില്ലേ? അപ്പൊ കുട്ടികൾ പറയാറുള്ളത്, എനിക്കറിയാമായിരുന്നു ഇതെന്തോ അപകടമുള്ള സാധനമാണ്, മോശപ്പെട്ട സാധനമാണ്, പിന്നെ എന്തിനാണ് വാങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയാറുള്ളത്,
എനിക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ വാങ്ങിയതല്ല, എന്റെ കൂട്ടുകാരനാണ് തന്നത്, ഞാൻ എങ്ങനെ വാങ്ങാതിരിക്കും? കൂട്ടുകാരൻ ഈ സാധനം തന്നിട്ട് ഞാൻ വാങ്ങിയില്ലെങ്കിൽ കൂട്ടുകാര് കളിയാക്കും. കൂട്ടുകാര് ഞാനൊരു പേടിത്തൊണ്ടനാണെന്ന് പറയും. ചില കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഉപ്പയെ പേടിയാണെന്ന്, ഈ കുട്ടിക്ക് ഉപ്പയെ പേടിയാണെന്ന് ഇത് കൊടുത്ത കൂട്ടുകാരന് മനസ്സിലായി. അപ്പൊ ഉപ്പയെ പേടിയാണ്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ സമയത്ത് ചില കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത്, നിനക്കൊക്കെ ഉപ്പയെ പേടിയാണല്ലേ, നീയൊക്കെ ഒരാണാണോടാ. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ കൗമാരക്കാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള ആൺകുട്ടികളോട് ആരെങ്കിലും ആണാണോടാ അത് തെളിയിക്കണം എന്നൊക്കെ പറയുമ്പോഴ്, ആണാണെന്ന് തെളിയിക്കാൻ അവരുടെ കൂട്ടുകാർ കൊടുക്കുന്ന അങ്ങനെയുള്ള സാധനങ്ങള് അറിയാതെ നമ്മുടെ കുട്ടികള് വാങ്ങി ഉപയോഗിച്ച് ശീലിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരാരാണെന്ന് രക്ഷിതാക്കൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. കുട്ടികളുടെ കൂട്ടുകാരാരാണ്, അവര് അപരിചിതരുമായിട്ട് കൂട്ടുകൂടുന്നുണ്ടോ, കുട്ടിയുടെ കൂട്ടുകാരുടെ വീട് എവിടെയാണ്, അവരുടെ രക്ഷിതാക്കൾ ആരാണ്. പണ്ടൊക്കെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരാരാണ്. പ്രത്യേകിച്ച് ഒരു ഗ്രാമപ്രദേശമൊക്കെ ആണെങ്കിൽ അവിടെ ജീവിക്കുന്ന കുട്ടിയുടെ കൂട്ടുകാരെന്ന് പറയുന്നത് അടുത്ത വീട്ടിലെ രക്ഷിതാക്കളുടെ മക്കളായിരിക്കും. അപ്പൊ പലപ്പോഴും നമുക്ക് മനസ്സിലാവും ആ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലം എന്താണ്, അവന്റെ രക്ഷിതാവ് എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ആളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് പലതരത്തിലുള്ള കൂട്ടുകാരാ. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടിയാണെങ്കിൽ ഓൺലൈൻ സുഹൃത്തുക്കൾ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള സുഹൃത്തുക്കളായാലും ശരി, ആരൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ എന്ന് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. അവരെ ഇടക്കിടക്ക് നമ്മുടെ വീട്ടിലേക്കൊന്ന് ക്ഷണിക്കുന്നതിൽ നമ്മൾ മടി കാണിക്കണ്ട. നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഒരു വിരുന്നൊക്കെ കൊടുക്കുക. അപ്പൊ അവരുടെ പെരുമാറ്റ രീതിയും അവരുടെ സംസാര രീതിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും നമ്മുടെ കുട്ടിയുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരാണോ അല്ലേ. പലപ്പോഴും ഇങ്ങനെയുള്ള ലഹരി കേസുകളിൽ കൂടുന്ന മക്കളുടെ അമ്മമാരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കുട്ടിയെ കൂട്ടുകാരൻ എങ്ങനെയാ വിളിച്ചുകൊണ്ട് പോയത്? അപ്പൊ ചില ഉമ്മമാര് പറഞ്ഞിട്ടുള്ളത്, അവന്റെ കൂട്ടുകാരൻ വന്നിട്ട് വഴിയിൽ നിന്നിട്ട് വിളിക്കും, വീട്ടിലേക്ക് വരാറില്ല. വഴിയിൽ വന്ന് നിന്നിട്ട് വീട്ടിലുള്ള രക്ഷിതാക്കളെ മുഖം കാണിക്കാൻ താല്പര്യമില്ലാതെ നിങ്ങളുടെ കുട്ടിയെ കൂട്ടുകാരൻ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ആ കൂട്ടുകാരൻ എന്തോ ദുശ്ശീലങ്ങളുള്ള കൂട്ടുകാരനാണ്. എന്തുകൊണ്ടാണ് അവൻ നിങ്ങളെ മുഖം കാണിക്കാൻ മടിക്കുന്നത്? പിന്നീട് വാഹനം ഓടിക്കാൻ അറിയാത്ത, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത നമ്മുടെ മക്കളെ ചില കൂട്ടുകാര് സ്കൂട്ടറിലും ബൈക്കിലും കാറിലൊക്കെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അപകടമാണ്. എന്തിനാണ് ഡ്രൈവിംഗ് അറിയാത്ത, ലൈസൻസ് ഇല്ലാത്ത നമ്മളെ കുട്ടികളെ അവര് വാഹനത്തില്, ബൈക്കിലും സ്കൂട്ടറിലും കാറിലൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്നത്? അത് വേറെ എന്തോ ദുരുദ്ദേശം വെച്ചിട്ടാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള കൂട്ടുകാരെ ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ ഇടക്കിടക്ക് സന്ദർശിക്കണം. കാരണം പ്രത്യേകിച്ച് ഒരു വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രവൃത്തി ദിവസം കുട്ടി സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ നമ്മുടെ കുട്ടി നമ്മളോടൊത്ത് ചെലവഴിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവന്റെ കൂട്ടുകാരുടെ കൂടെയും അവന്റെ അധ്യാപകരുടെ കൂടെയാണ്. രാവിലെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ സ്കൂളില് കോളേജിലൊക്കെ ക്ലാസ് കഴിഞ്ഞ് ട്യൂഷനോ മറ്റെന്തെങ്കിലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തുന്നത്. അപ്പൊ രക്ഷിതാക്കൾക്ക് കുട്ടികളോട് ഇടപഴകാനുള്ള സമയം കുറവായിരിക്കും. അപ്പൊ അവന്റെ അധ്യാപകര്, അവന്റെ കൂട്ടുകാര്, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ തീരുമാനങ്ങള് ഒക്കെ കുട്ടിയെ സ്വാധീനിക്കും. അതുകൊണ്ട് ഇടക്കിടക്ക് നമ്മുടെ കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സന്ദർശിച്ചിട്ട് കുട്ടിയുടെ അറ്റൻഡൻസ് ഒന്ന് പരിശോധിക്കണം. നമ്മുടെ കുട്ടി 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒക്കെയാണ്, +1 +2 ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ പഠിക്കുന്ന സ്കൂൾ ഒന്ന് സന്ദർശിച്ചിട്ട് അവന്റെ ക്ലാസ് ടീച്ചറെ കണ്ട് അറ്റൻഡൻസ് രജിസ്റ്റർ വാങ്ങി നോക്കണം. എന്തിനാ അറ്റൻഡൻസ് രജിസ്റ്റർ വാങ്ങി നോക്കുന്നത്? നമ്മുടെ കുട്ടി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോവാണ് അല്ലെങ്കിൽ കോളേജിലേക്ക് പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന കുട്ടി സ്കൂളിൽ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ കോളേജിൽ എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിന്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് അത് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം
ഞങ്ങള് ഈ പറയുന്ന പോലെ ചില സമയത്ത് പട്രോളിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുട്ടികളെ ചില സ്ഥലങ്ങളിലെ ഹോട്ട്സ്പോട്ടുകളിൽ വെച്ച് പിടികൂടാറുണ്ട്. ഈ ഹോട്ട്സ്പോട്ടുകളിൽ വെച്ച് പിടികൂടുന്ന കുട്ടികളുടെ ബാഗൊക്കെ പരിശോധിക്കുമ്പോഴേ ചില കുട്ടികളുടെ ബാഗില് അവര് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴ് യൂണിഫോം ഇട്ട് ഇറങ്ങിയിട്ട് പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് യൂണിഫോം മാറ്റി കളർ ഡ്രസ് ഇട്ട് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി മാറ്റി വെച്ച യൂണിഫോം ബാഗിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പൊ ഈ കുട്ടിയോട് അല്ലെങ്കിൽ കുട്ടിയുടെ വീട്ടുകാരോട് കുട്ടി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അവര് വീട്ടുകാർ പറയും കുട്ടി സ്കൂളിലേക്ക് പോയതാണല്ലോ, അല്ലെങ്കിൽ കോളേജിലേക്ക് പോയതാണല്ലോ. അപ്പൊ അവരുടെ ഒരു കാഴ്ചപ്പാടില് യൂണിഫോം ഇട്ട് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടി കോളേജിലെത്തും അല്ലെങ്കിൽ സ്കൂളിൽ എത്തും എന്നുള്ളതാണ്. പക്ഷെ ചില കുട്ടികള് രക്ഷിതാക്കൾ കൊടുക്കുന്ന ഇങ്ങനെയുള്ള ലാളനയെ ചൂഷണം ചെയ്തിട്ട് അവര് കളർ ഡ്രസ്സ് എടുത്ത് മാറ്റിയിട്ടിട്ട് പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അവര് പഠിക്കുന്ന സ്ഥാപനങ്ങൾ സന്ദർശിച്ചിട്ട് അവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ വാങ്ങി നോക്കണം. അവരുടെ അധ്യാപകരെ കണ്ട് പ്രധാനമായിട്ടും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ കണ്ടിട്ട് കുട്ടിക്ക് എന്തെങ്കിലും സ്വഭാവ മാറ്റമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. ചില കുട്ടികൾ ക്ലാസ്സിൽ വന്നിട്ട് ഉറക്കക്ഷീണം കാണിക്കുന്നവരുണ്ട്, ഡെസ്കിലേക്ക് തല ചായ്ച്ച് മയങ്ങുന്നവരുണ്ട്, അടുത്തുള്ള കുട്ടിയെ ഉപദ്രവിക്കുന്നവരുണ്ട്, ക്ലാസ്സിൽ എന്തെങ്കിലും സാധനങ്ങൾ മറ്റുള്ള കുട്ടികളുടെ സാധനങ്ങളോ സ്കൂളിലോ കോളേജിലുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്ന കുട്ടികളുണ്ട്, അധ്യാപകരോട് തട്ടിക്കയറി ദേഷ്യം പിടിച്ച് സംസാരിക്കുന്ന കുട്ടികളുണ്ട്. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ലക്ഷണമാണ്. അതുകൊണ്ട് രക്ഷിതാക്കളെ പോലെ തന്നെ ഒരുപക്ഷെ രക്ഷിതാക്കളെക്കാൾ കൂടുതൽ കുട്ടികളുടെ ലഹരി ഉപയോഗം കണ്ടെത്താൻ അധ്യാപകർക്ക് സാധിക്കും എന്നുള്ള കാര്യം രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതാണ്. അധ്യാപകരോട് സംസാരിക്കുമ്പോഴ് ഒരിക്കലും കുട്ടിയെ നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. അധ്യാപകർ നമ്മുടെ കുട്ടിക്കെതിരെ എന്തെങ്കിലും പരാതി പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കണം. പലപ്പോഴും അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഞാൻ അധ്യാപകരോട് ചോദിക്കാറുണ്ടായിരുന്നു, കുട്ടികളിൽ ഇങ്ങനെയുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ കണ്ടാൽ ലഹരി ഉപയോഗത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ലേ? പലപ്പോഴും അധ്യാപകർ പറയാറുള്ളത് ഞങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ ലഹരി ഉപയോഗത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് തിരിച്ചറിയാനൊക്കെ സാധിക്കും. പക്ഷെ ഈ കുട്ടിയുടെ രക്ഷിതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും രക്ഷിതാക്കൾ അംഗീകരിക്കില്ല. ഈ രക്ഷിതാക്കൾ പറയുന്നത് എന്റെ മോന് ഒരിക്കലും ഉപയോഗിക്കില്ല, എന്റെ മോൻ നല്ല കുട്ടിയാണ്. എന്റെ കുട്ടി പറയുന്നത് അറിവില്ലായ്മ കൊണ്ട് ചില കുട്ടികൾ ഇങ്ങനെയുള്ള ലഹരി ഉപയോഗത്തിൽ പെട്ടുപോയിട്ടുണ്ട്. അറിവില്ലായ്മ എന്ന് പറയുമ്പോഴ് പ്രത്യേകിച്ച് ഹൈസ്കൂൾ ലെവലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ കണ്ടാലോ അത് ഉപയോഗിച്ചാലോ ഇത് ലഹരി വസ്തുവാണെന്നോ മോശപ്പെട്ട സാധനമാണെന്നോ അറിയാത്ത പ്രായത്തിലുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹൈസ്കൂളിൽ പഠിക്കുന്ന 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികളുമായിട്ട് ഏതെങ്കിലും അപരിചിതര് കൂട്ടുകൂടുന്നുണ്ടോ? അപരിചിതർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രത്യേകിച്ച് ലഹരി വിൽക്കുന്ന ആളുകളാണ്. ഈ ലഹരി വിൽക്കുന്ന ആളുകള് ഒരു തലയിൽ ഒരു കൊട്ട വെച്ച് അതിൽ കുറെ ഈ പറയുന്ന ലഹരി സാധനങ്ങൾ വെച്ചിട്ട് റോട്ടിൽ കൂടെ നടന്നുപോയി വിൽക്കുന്ന ആളുകളല്ല. ഇതിനെക്കുറിച്ച് അറിയാത്ത നമ്മുടെ കൊച്ചുകുട്ടികളോട് ഇത് ഉപയോഗിച്ചാൽ നല്ലതാണ്. ചിലപ്പോ ഫുട്ബോൾ കളിക്കുന്ന കുട്ടിയോട് ഇവര് പറയാ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് ഫുട്ബോൾ കളിക്കാം, വലിയ ക്ലബിലൊക്കെ ഫുട്ബോൾ കളിക്കുന്നവർ ഇതാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടി അറിയാതെ വാങ്ങി ഉപയോഗിക്കും. അല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റ കുട്ടിയോട് ബുദ്ധി കൂടാനുള്ള മരുന്നാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടി അറിയാത്ത കുട്ടി വാങ്ങി ഉപയോഗിച്ചു. അപ്പൊ അങ്ങനെ നമ്മുടെ കുട്ടിയെ ലഹരി ഉപയോഗിച്ച് ശീലിപ്പിക്കാനാണ് ലഹരി വസ്തു വിൽക്കുന്ന ആളുകൾ ശ്രമിക്കുക. കാരണം അവർക്ക് അവരുടെ ലഹരി വസ്തു എങ്ങനെങ്കിലും വിറ്റൊഴിവാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇതിനെ കുറിച്ച് അറിയാത്ത ദൂഷ്യഫലങ്ങൾ അറിയാത്ത നമ്മുടെ കുട്ടി അവര് വലയിലാക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരെ കൂടാതെ അവരുമായിട്ട് ഏതെങ്കിലും അപരിചിതർ കൂട്ടുകൂടുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. പിന്നെ ചില കുട്ടികൾ കൗതുകം കൊണ്ട് ഇതൊക്കെ നല്ല സാധനമാണോ, ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും എന്ന് ചില കുട്ടികൾ ചോദിച്ചു. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവുമോ എന്ന് എന്നോട് ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്
ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് സന്തോഷം ഉണ്ടാകുമെങ്കിൽ അവരെന്തിനാ വീട്ടിൽ പോയിട്ട് ഭാര്യയെയും സഹോദരിയെയും അമ്മയെയും ഉമ്മയെയും ഒക്കെ ഉപദ്രവിക്കുന്നത്? അത് പറഞ്ഞപ്പോ ചില കുട്ടികൾക്ക് മനസ്സിലായി ഇത് നല്ല സാധനമല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കള് ശാരീരിക ആരോഗ്യങ്ങളെക്കാൾ ആദ്യം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്നത് മാനസിക പ്രശ്നങ്ങളാണ്. അതില് ആദ്യത്തത് കുറ്റബോധമാണ്. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തില് ഷുഗറുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വിരുന്ന് വന്നാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യാ? ഈ ഷുഗറുള്ള ആളോട് സ്വകാര്യമായി പോയി ചോദിക്കും, ചായയില് മധുരം ഇടാവോ? അപ്പൊ അയാൾ എന്താ പറയാ? ചായയിൽ മധുരം ഇടണ്ട, ഷുഗർ ഉണ്ട്. അപ്പൊ നമ്മൾ മധുരമില്ലാത്ത വിത്തൗട്ട് ചായ കൊണ്ടുപോയി കൊടുക്കും. ഈ മധുരമില്ലാത്ത ചായയുടെ കൂടെ നമ്മള് ചായക്ക് കൂട്ടാൻ എന്താ കൊണ്ടുപോയി കൊടുക്കുക? നല്ല മധുരമുള്ള ലഡു, അല്ലെങ്കിൽ ഹലുവ കഷ്ണം. അപ്പൊ ഈ ഹലുവ കഷ്ണം കാണുന്ന ഉടനെ, പ്രത്യേകിച്ച് ഷുഗറുള്ള ആൾക്ക് ഇതിനോട്, ഈ മധുര പലഹാരങ്ങളോട് ഭയങ്കര താല്പര്യമാണ്. ഈ ഹലുവ കഷ്ണം കാണുന്ന ഉടനെ ഇയാളുടെ തലച്ചോറ് ഇയാളോട് പറയാണ്, ഒന്നെടുത്ത് കഴിച്ചോ. കാരണം തലച്ചോറിന് ഇതിന്റെ ടേസ്റ്റ് അറിയാം, നല്ല മധുരം ഉണ്ടാവും എന്ന് തലച്ചോറിന് അറിയാം. അപ്പൊ തലച്ചോറ് പറയും ഒന്നെടുത്ത് കഴിച്ചോ. അപ്പൊ മനസ്സ് പറയും കഴിക്കണ്ട, ഷുഗർ കൂടും. മനസ്സ് അല്ലെങ്കിൽ മനസാക്ഷിയാണ് നമ്മളെ തെറ്റും ശരിയും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. തെറ്റ് ചെയ്യരുത്, അത് തെറ്റാണ്, ഇതാണ് ശരി, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് മനസാക്ഷിയാണ്, അല്ലെങ്കിൽ മനസ്സാണ്. അപ്പൊ തലച്ചോറ് ഒരു ലഡു കഴിച്ചോ അല്ലെങ്കിൽ ഒരു ഹലുവ കഷ്ണം കഴിച്ചോ എന്ന് പറയുമ്പോഴേ മനസ്സ് പറയും കഴിക്കണ്ടേ, ഷുഗർ കൂടും. പക്ഷെ തലച്ചോറിന് ഇത് കിട്ടിയേ തീരും. ഇത് കിട്ടാൻ വേണ്ടി തലച്ചോറ് ഒരു വിദ്യ അങ്ങോട്ട് പ്രയോഗിക്കും. എന്താ വിദ്യ എന്നറിയോ? തലച്ചോറ് മനസ്സിനെ പറഞ്ഞങ്ങ് സമാധാനിപ്പിക്കും. എന്താ പറയാ? ഒന്ന് കഴിച്ചോ, ഇത് അവസാനത്തത്. ചില ആളുകൾ പറയാറുണ്ട്, എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഒരു ലഡു അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഹലുവ കഷ്ണം കഴിക്കുന്നുള്ളൂ. ഒന്ന് കഴിക്കുക, ഒരു കഷ്ണം കഴിക്കാം. ഇതൊക്കെ തലച്ചോറ് മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന. കാരണം തലച്ചോറ് ഇതിന്റെ ടേസ്റ്റ് കിട്ടണം. ചില ആളുകൾ പറയും ഡിസംബർ 31 നിർത്താം എന്ന്. നിർത്തൂല. അപ്പൊ ഇതൊക്കെ തലച്ചോറ് പറയുന്ന ചെറിയ ചെറിയ വിദ്യകളാണ് ഇത് കിട്ടാൻ വേണ്ടി. അപ്പൊ ഈ ഹലുവ കഷ്ണം ഇയാൾ എടുത്ത് കഴിച്ച ഉടനെ മനസ്സെന്താ പറയാ? നീ കഴിച്ചത് ശരിയായി എന്ന് പറയോ? പറയൂല. കാരണം മനസ്സ് ആദ്യം പറഞ്ഞിട്ടുണ്ട് നീ കഴിക്കണ്ടേ, ഷുഗർ കൂടുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാള് തലച്ചോറ് പറയുന്നത് കേട്ടിട്ട് ഈ ഹലുവ കഷ്ണം കഴിച്ചു കഴിഞ്ഞാൽ മനസ്സ് പറയും നീ ചെയ്തത് തെറ്റാണേ, ഷുഗർ കൂടാൻ സാധ്യതയുണ്ട്. പിറ്റേ ദിവസം ഇയാൾ പോയി ഷുഗർ ടെസ്റ്റ് ചെയ്താൽ ഷുഗർ കൂടുവോ കുറയോ? അല്ല, മധുരമുള്ള ഹലുവ കഷ്ണം കഴിച്ച് ഷുഗർ കൂടൂലേ? ഷുഗർ തീർച്ചയായിട്ടും കൂടും. ഈ ഷുഗറിന്റെ റിസൾട്ട് കാണുമ്പോ തന്നെ മനസ്സ് പറയും, ആദ്യം മനസ്സ് പറഞ്ഞിട്ടുണ്ട് നീ ചെയ്തത് തെറ്റാണ്. ഈ ഷുഗറിന്റെ റിസൾട്ട് കൂടെ അങ്ങോട്ട് കാണുമ്പോഴ് മനസ്സ് പറയും നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടില്ലായിരുന്നോ കഴിക്കണ്ട. ഇയാൾക്ക് കുറ്റബോധം ഉണ്ടാവും, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ. കുറ്റബോധം. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെയും പ്രശ്നം ഇതാ. ലോകത്തുള്ള എല്ലാവർക്കും അറിയാം എന്ത്. സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് അറിഞ്ഞൂടെ സിഗരറ്റ് മോശം സാധനമാണ്? അറിയല്ലേ? അറിയാം. മദ്യപിക്കുന്ന ആൾക്ക് അറിയാം ഇത് മോശപ്പെട്ട സാധനമാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്ക് അറിയാം ഇത് മോശപ്പെട്ട സാധനമാണ്. പിന്നെ എന്തിനാ അവർ ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിക്കുന്ന സമയമാകുമ്പോഴേക്ക് തലച്ചോറ് പറയാം അല്ലെന്ന് വേണ്ടേ. അപ്പൊ ഇവരുപയോഗിക്കും. ഈ ഉപയോഗിച്ച ഉടനെ തന്നെ മനസ്സ് ഇവരെ കുറ്റപ്പെടുത്തും, നീ ചെയ്തത് തെറ്റാണ്. സ്ഥിരമായിട്ട് കുറ്റബോധം ഉണ്ടാവുമ്പോഴാണ് ഇവർക്ക് മറ്റ് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് സംശയരോഗം, ഉത്കണ്ഠ, വിഷാദം, അങ്ങനെയുള്ള മാനസിക രോഗത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് ഈ കുറ്റബോധം കൊണ്ടാണ്. അതുകൊണ്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആദ്യം ഉണ്ടാകുന്നത് ശാരീരിക അസുഖമല്ല, പിന്നെന്താണ്? മാനസിക രോഗത്തിന്റെ തുടക്കം എവിടെ വെച്ചിട്ടാ? കുറ്റബോധം. ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ. പ്രത്യേകിച്ച് ഞങ്ങൾ ഇങ്ങനെയുള്ള കേസുകൾ പിടിക്കുമ്പോഴ്, പ്രത്യേകിച്ച് മയക്കുമരുന്നിന്റെ കേസ് പിടിക്കുമ്പോഴ്, പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന സമയത്താവുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവർ പറയാറുള്ളത് തെറ്റ് പറ്റിപ്പോയി,
സാറേ തെറ്റുപറ്റിപ്പോയി, ഉമ്മയോട് പറയരുത്, അല്ലെങ്കിൽ വീട്ടിൽ പറയരുത്. ആദ്യം ഉണ്ടാവുക കുറ്റബോധമാണ്. സ്ഥിരമായിട്ട് കുറ്റബോധം ഉണ്ടാകുമ്പോഴാണ് മാനസിക രോഗത്തിലേക്ക് എത്തുന്നത്. ഒന്ന് കട്ട് ചെയ്യും, വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യും. അപ്പൊ ഇവർക്ക് ആദ്യം ഉണ്ടാവുന്ന മാനസിക രോഗമാണ് ഏത്? കുറ്റബോധം. തെറ്റ് ചെയ്തു പോയല്ലോ, തെറ്റ് ചെയ്തു പോയല്ലോ. പിന്നെ ചില കുട്ടികള് മൊബൈൽ ഫോണ് ഉപയോഗിച്ചിട്ട് അതിൽ ചില ആപ്പുകളുണ്ട്. ആപ്പുകളുടെ പേരൊക്കെ കുട്ടികൾക്ക് അറിയാം. പലപ്പോഴും രക്ഷിതാക്കൾക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. കട്ട് ചെയ്ത് വെച്ചാണോ? ആണ്. അപ്പോഴേ ഞാനൊരു സംഭവം കൂടെ പറയാം. തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പാരന്റൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അരമണിക്കൂർ ഫോണിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി അരമണിക്കൂർ ഫോൺ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആവും. അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ നമ്മള് രക്ഷിതാക്കൾ ചെയ്യാൻ, അത് പഠിക്കാനൊക്കെ നമ്മൾ മുന്നോട്ട് വരണം. അല്ലെങ്കിൽ കുട്ടികൾ ഫോണിൽ എന്താ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല. കുട്ടി വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. നിങ്ങൾ ഉസൈൻ ബോൾട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉസൈൻ ബോൾട്ട് ലോകത്തെ ഏറ്റവും വലിയ ഓട്ടക്കാരനായിരുന്നു. അയാളെ തോൽപ്പിക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അയാളേക്കും നല്ല സ്പീഡിൽ ഓടേണ്ടി വരും. അപ്പൊ കുട്ടിക്ക് ഫോണിൽ എന്തൊക്കെയാണോ അറിയുന്നത് അതൊക്കെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ രക്ഷിതാക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ കുട്ടി ഫോണിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഫോൺ ഉപയോഗത്തിന്റെ കാര്യത്തിൽ രക്ഷിതാക്കൾ നല്ല മാതൃകയാവണം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് ഒരു ദുശീലുണ്ട്. 2 3 വയസ്സുള്ള കുട്ടിയാകുമ്പോഴേക്കും കുട്ടി ചിലപ്പോ വന്നിട്ട് ഉമ്മയെ അല്ലെങ്കിൽ അമ്മയെ അങ്ങനെ തോണ്ടുമ്പോഴേ ഈ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ചില ഉമ്മമാര് ഫോണങ്ങ് എടുത്തു കൊടുക്കും. ദയവ് ചെയ്ത് ചെറിയ കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത്. പ്രത്യേകിച്ച് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തന്നെ കൊടുക്കാൻ പറ്റില്ല. 6 വയസ്സിന് താഴെയുള്ളത് ഞാൻ പറയാൻ കാരണം, കുട്ടികളുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നതിന്റെ പ്രാഥമിക ഘട്ടമാണ് 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടി എന്താണോ വീട്ടിൽ നിന്ന് പഠിക്കുന്നത് അങ്ങനെയാണ് പിന്നീട് കുട്ടി ആയിത്തീരുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ചെറിയ കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത്. കൗമാരക്കാരായിട്ടുള്ള കുട്ടികളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സാധനമാണ്. ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുള്ളത്, നിങ്ങളൊന്ന് മുട്ടുകുത്തി വീണാൽ നിങ്ങളെ കൈ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ അബുക്ക അല്ല ഇപ്പുറത്തെ വീട്ടിലെ രാജേട്ടനൊക്കെ ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കും. കുട്ടികളോട് ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ പ്രത്യേകിച്ച് ഈ കൗമാരക്കാരായിട്ടുള്ള കുട്ടികളായിട്ടുള്ള പ്രത്യേകിച്ച് 2000-ന് ശേഷം ജനിച്ചു വീണ കുട്ടികളൊക്കെ ഇതിലേക്കാ ജനിച്ചു വീണത്. അപ്പൊ അവരോട് ഫോൺ എടുക്കരുത്, തൊടരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പലപ്പോഴും കുട്ടികള് ഞാനൊരു 5 മിനിറ്റ് ഗെയിം കളിക്കട്ടെ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് റീൽസ് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് എടുക്കുക. 5 മിനിറ്റ് റീൽസ് കാണാൻ ഫോൺ എടുത്ത കുട്ടി എപ്പോഴാ നിർത്തുക? അരമണിക്കൂർ നിർത്തുവോ? 1 മണിക്കൂർ നിർത്തുവോ? നിർത്തൂല. ഇവന്റെ ഉമ്മ പോയി ഫോൺ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങുമ്പോഴാ നിർത്തുക. അപ്പൊ ഈ കുട്ടിക്ക് ഒരു ദേഷ്യം കൊണ്ട് വരും, നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യ. അങ്ങനെയുള്ള ദേഷ്യം നമ്മളെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മൊബൈൽ ഫോൺ അഡിക്ഷന്റെ ലക്ഷണമാണ്. ആ ദേഷ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ദേഷ്യം ഒരേ ദേഷ്യമാണ്. ഫോണ് കൊടുക്കാഞ്ഞിട്ട് എത്ര കുട്ടികളാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കിയത്? എത്ര കുട്ടികളാണ് ഉമ്മമാരെ ഉപദ്രവിച്ചിട്ടുള്ളത്? അതുകൊണ്ട് ഫോണിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. അപ്പൊ ഇനി പറയുന്നത് ലഹരി ഉപയോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ലക്ഷണങ്ങൾ കണ്ടിട്ട് രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ചികിത്സ കൊടുക്കാൻ വൈകിപ്പോവും. ചികിത്സ കൊടുക്കാൻ വൈകിയാൽ, പ്രത്യേകിച്ച് 2 3 വർഷമൊക്കെ ഇങ്ങനെയുള്ള സിന്തറ്റിക് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചികിത്സിച്ച് നന്നാക്കി എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 5% സാധ്യതയുള്ളൂ. അതായത് 100 ആളെ ചികിത്സിച്ചാൽ 5 ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ലക്ഷണങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് ലഹരി വസ്തു ഉപയോഗിച്ചാലും അതിനുണ്ടാവുന്ന പ്രാഥമിക ലക്ഷണങ്ങളാണ് തലകറക്കം, തലവേദന, ഛർദി, ശരീരവേദന, പനി, അല്ലെങ്കിൽ വിറയല്, കൈകാൽ വിറയല്, മനംപുരട്ടല്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ലക്ഷണങ്ങൾ. അത് ഏത് ലഹരി വസ്തു ഉപയോഗിച്ചാലും ഉണ്ടാവുന്ന പ്രാഥമിക ലക്ഷണങ്ങളാണ്. അത് കഴിഞ്ഞിട്ട്
ഞാൻ പറയുന്ന ലക്ഷണങ്ങള് പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. കള്ളം പറയാ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രധാന ലക്ഷണങ്ങളാണിത്. കള്ളം പറയാ, എന്ത് ചോദിച്ചാലും കള്ളമേ പറയും. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടി നോമ്പിന്റെ കാലഘട്ടത്തിൽ, നോമ്പ് സമയത്ത് വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിറ്റേ ദിവസം രാവിലെയൊക്കെ വീട്ടിൽ കയറി വരിക. നീ എവിടെയാ പോയിരുന്നെന്ന് ചോദിച്ചാൽ ഞാൻ കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു. കൂട്ടുകാരന്റെ വീട്ടിലൊന്നും അല്ല എന്ന് പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി. കള്ളമേ പറയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഫോണിന്റെ കാര്യം, ഫോൺ എവിടെ എന്ന് ചോദിച്ചപ്പോ എവിടെ ഉള്ളെന്ന് പറഞ്ഞേ, വീട്ടിൽ ചാർജിലിട്ടാന്ന് പറഞ്ഞു. കള്ളമേ പറയൂ. വീട്ടിലേക്ക് കുട്ടികൾ കയറി വരുമ്പോഴ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് മുഖത്തേക്ക് നോക്കി സംസാരിക്കുക. രക്ഷിതാക്കളെ മുഖത്ത് നോക്കാതെ സ്വന്തം റൂമിലേക്ക് ഓടിക്കയറി പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എന്തോ ദുശീലുണ്ട്. അവര് നിങ്ങളെ മുഖം കാണിക്കാൻ മടിക്കുന്നുണ്ട്. പലപ്പോഴും ആളുകൾ പറയാറുള്ളത് സിന്തറ്റിക് ലഹരി വസ്തു ഒന്നും ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ തിരിച്ചറിയില്ല എന്ന്. അങ്ങനെയല്ല. തീർച്ചയായിട്ടും നമ്മൾ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇവരുടെ കണ്ണിലേക്ക് നോക്കിയാൽ മതി. കണ്ണിന്റെ വലിപ്പമാറ്റം എന്ന് പറയുന്നത് കണ്ണിന്റെ കൃഷ്ണമണിയുടെ വലിപ്പം മാറും. കണ്ണിൽ ചുവപ്പുണ്ടാവും, ചുവന്ന. പണ്ട് മദ്യപിച്ച ആളുകളെ കണ്ണിലേക്ക് നോക്കിയാൽ നമുക്കറിയാം ഒരു പ്രത്യേക ചുവപ്പ. അതിനേക്കാൾ ചുവപ്പ് നിറം കൂടുതൽ കണ്ണിന്റെ 4 കോർണറിലും ചുവപ്പ് നിറം ഉണ്ടാവും. കലങ്ങിയ കണ്ണ്, വിളറിയ കണ്ണ്, ഇതൊക്കെ ഈ പറയുന്ന സിന്തറ്റിക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ കണ്ണിനുണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. കണ്ണിലേക്ക് നോക്കിയാൽ രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. കുട്ടി വീട്ടിലേക്ക് കയറി വരുമ്പോ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുക. അവന്റെ ശ്വാസത്തിന് എന്തെങ്കിലും ഗന്ധമാറ്റമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കുട്ടിയുടെ സ്വഭാവത്തിലുള്ള മാറ്റത്തിൽ പ്രധാനപ്പെട്ടത് ദേഷ്യമാണ്. ദേഷ്യത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ദേഷ്യം കൂടാതെ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന, അത്യാവശ്യം തടിയൊക്കെ ഉള്ള നമ്മുടെ കുട്ടി ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക. ചില കുട്ടികൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു താല്പര്യമില്ല എന്ന് പറയാറുണ്ട്. രാത്രിയൊക്കെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോവുക. രാത്രി പുറത്തു പോവുക എന്ന് പറയുന്നതിന് അപകടം പിടിച്ച സാധനമാണ്. കുട്ടികളെ രാത്രി സമയത്ത് പുറത്ത് വിടുന്നുണ്ടെങ്കിൽ അവരെങ്ങോട്ടാ പോകുന്നത്, എപ്പോഴാണ് തിരിച്ചു വരിക എന്നുള്ള കാര്യം കൃത്യമായിട്ട് രക്ഷിതാവ് അറിഞ്ഞു വെക്കണം. പലപ്പോഴും ഞങ്ങൾ രാത്രി സമയത്ത് പെട്രോളിംഗ് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഹോട്ട്സ്പോട്ടുകളില് യുവാക്കളായിട്ടുള്ള കൗമാരക്കാരായിട്ടുള്ള ആളുകളെ ഞങ്ങൾ കണ്ടെത്താറുണ്ട്. അവരുടെ പോക്കറ്റും പേഴ്സൊക്കെ പരിശോധിക്കുമ്പോഴേ ഈ ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടി കൈവശം വെക്കുന്ന സാധനങ്ങളോ ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഒരു ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനെ കുറിച്ച്? ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ രാത്രി സമയത്തൊക്കെ പുറത്തു പോകുമ്പോഴേ ഇങ്ങനെയുള്ള ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലത്ത് 10-15 കൂട്ടുകാര്, ചെറുപ്പക്കാര് കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലത്തെത്തിയാൽ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഇവരൊക്കെ പരിശോധിക്കും. ഇവരെ പോക്കറ്റിന്നോ പേഴ്സിന്നോ എന്തെങ്കിലും സാധനം ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ 1-2 ആൾക്കാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മയക്കുമരുന്നൊക്കെ കിട്ടാറുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കേസ് എഴുതും. കേസല്ലേ? കേസാണോ അല്ലേ? കേസ് എഴുതും. അപ്പൊ അവർക്കെതിരെ കേസ്. അപ്പൊ ബാക്കിയുള്ള കൂട്ടത്തിൽ ബാക്കിയുള്ള 8 പേര് എന്താ ചെയ്യാ? 10 ആളുണ്ടെങ്കിൽ ബാക്കിയുള്ള 8 ആൾക്കാർ എന്താ ചെയ്യാ? വിടാൻ പറ്റുമോ? വിടാൻ പറ്റൂല. അപ്പോ ഞങ്ങൾ ഇവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ കൂട്ടുകാരന്റെ കയ്യിലുള്ള മയക്കുമരുന്ന് കണ്ടിരുന്നോ? അപ്പൊ അവരൊക്കെ പറയും ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. നിങ്ങളിത് ഉപയോഗിച്ചോ? ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഈ പോക്കറ്റിൽ നിന്ന് കിട്ടിയ ആൾ തന്നെ എന്താ പറയുന്നത്? ഇതെവിടുന്ന് വന്നെന്ന്. പോക്കറ്റിൽ നിന്ന് കിട്ടിയ ആൾ തന്നെ പറയാം ഇതെവിടുന്ന് വന്നെന്ന്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരുടെ സ്ഥിതി എന്താ? ബാക്കിയുള്ള കൂട്ടത്തിലുള്ള ആളുകളോട് നിങ്ങൾ ഇത് കണ്ടോ, ഇത് ഉപയോഗിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഒരേ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള ഒരു ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതെടുത്തിട്ട് ഉമിനീരെടുത്തിട്ട് സലൈവ എടുത്തിട്ട് നമ്മൾ കൊറോണ ടെസ്റ്റ് ചെയ്യുന്നത് പോലെ അതിലൊരു സെൻസർ ഉണ്ട്. അതിലിങ്ങനെ ഇറ്റിച്ചു കഴിഞ്ഞാൽ ഒരു 20 സെക്കൻഡിനുള്ളിൽ 48 മണിക്കൂറിനുള്ളിൽ അവർ ഉപയോഗിച്ച മയക്കുമരുന്നിന്റെ പേരടക്കം പോസിറ്റീവായിട്ട് കാണിക്കും. അങ്ങനെ ഒരു ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ കൂട്ടത്തിലുള്ള ബാക്കി 8 ആൾക്കാരോട് ചോദിക്കും നിങ്ങൾ ഉപയോഗിച്ചോ? അവർ ഒരേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. എന്നാൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവർക്ക് വരാൻ ഭയങ്കര മടിയാ ടെസ്റ്റ് ചെയ്യാൻ. എന്താ കാരണം? 2 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച മയക്കുമരുന്നിന്റെ പേരടക്കം അതിൽ പോസിറ്റീവായിട്ട് കാണിക്കും. അതുകൊണ്ടാണ് ഇവർക്ക് മടി. ഞാൻ നേരത്തെ പറഞ്ഞ ഞായറാഴ്ച ഓഫീസിൽ വന്ന ആ കുട്ടിയോട് ഞാൻ ഈ ടെസ്റ്റിംഗ് കിറ്റ് കാണിച്ചു ചോദിച്ചു നമ്മൾ ടെസ്റ്റ് ചെയ്യാം. അപ്പോഴും ചിരിയാണ്. ഞാൻ നേരത്തെ ചിരിയെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഒരു പ്രത്യേക തരം ചിരി.
അപ്പൊ അവർ ഈ ലോകത്തൊന്നും അല്ല. അപ്പൊ ഞാൻ ഈ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഭാവിയിൽ എല്ലാ രക്ഷിതാക്കളും, പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള വീട്ടിലുള്ള രക്ഷിതാക്കൾ ഇത് വാങ്ങി വെക്കേണ്ടി വരും. എന്തിനാ? കല്യാണാലോചനയുമായിട്ട് വരുമ്പോഴ് ടെസ്റ്റ് ചെയ്തിട്ട് ഉറപ്പിച്ചാ മതി. ടെസ്റ്റ് ചെയ്തിട്ട് ഉറപ്പിച്ചാ മതി. ഒരുപാട് പെൺകുട്ടികൾ, പ്രത്യേകിച്ച് രക്ഷിതാക്കള് ലാളിച്ച് കണ്ണിലുണ്ണിയായി വളർത്തി വലുതാക്കിയ നമ്മുടെ സ്വന്തം പെൺമക്കള്, ആ പെൺമക്കളെ നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിലേക്ക് പിടിച്ചേൽപ്പിക്കുക? അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഉറപ്പിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ അസുഖങ്ങളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ലക്ഷണങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞു. ശാരീരിക ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുമ്പോഴേ കണ്ണിന്ന് വെള്ളമൊലിക്കുക, മൂക്കിന്ന് വെള്ളമൊലിക്കുക, മൂക്കിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ചുണ്ടിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ തിണർപ്പുള്ള പാടുകൾ ഉണ്ടാവുക, കൈയിന്റെ പുറം ഭാഗത്ത് പൊള്ളിയ പാടുകൾ, അല്ലെങ്കിൽ കഴുത്തിന്റെ ഭാഗത്തോ തൊക്കിന്റെ ഈ ഭാഗത്തൊക്കെ പുറം ഭാഗത്തൊക്കെ ചൊറിഞ്ഞ പാടുകൾ ഒക്കെ ലക്ഷണങ്ങളാണ്. രാത്രി ഉറക്കില്ലാത്തത് പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. രാത്രി ഉറക്കുണ്ടാവില്ല. നമ്മുടെ കുട്ടികൾ രാത്രി സമയത്ത് എപ്പോഴാണ് കിടന്നുറങ്ങുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. രാവിലെ എഴുന്നേൽക്കുണ്ടോ നോക്കിയാൽ മതി. രാവിലെ ഒരു 5 മണി 6 മണി ആകുമ്പോഴേക്കും എഴുന്നേൽക്കുന്ന കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല. രാത്രി സമയത്ത് 3 മണിക്കും 4 മണിക്കൊക്കെ കിടന്നുറങ്ങുന്ന കുട്ടികൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റുമോ? പറ്റൂല. അവര് പലപ്പോഴും എഴുന്നേൽക്കുന്നത് 11 മണിക്കോ 12 മണിക്കോ 1 മണിക്കൊക്കെ ഉച്ചക്ക്. അങ്ങനെ ലക്ഷണം നമ്മുടെ കുട്ടിക്കുണ്ടെങ്കിൽ അപകടമാണ്. ഒറ്റക്കിരിക്കുക, പഴയ കൂട്ടുകാർ ഒഴിവാക്കുക, അടുത്ത വീട്ടിലുള്ള അപ്പുറത്തെ വീട്ടിലുള്ള നമ്മൾ അറിയുന്ന രക്ഷിതാക്കളുടെ മക്കളെയൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ കൂട്ടുകാരെ തേടുക. ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് അവരുടെ കൂട്ടുകാരൊക്കെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലാത്ത ഒരു കൂട്ടരുമായിട്ട് ഇവർ കൂട്ടുകൂടില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. അപരിചിതരുമായിട്ട് കൂട്ടുകൂടുന്നുണ്ടോ? പിന്നെ കാരണമില്ലാതെ ചിരിക്കുക, കാരണമില്ലാതെ കരയുക, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ വേറെ എന്തൊക്കെ പറയാം. മറ്റുള്ള ആളുകൾ കാണാത്ത കാര്യങ്ങൾ കാണുക, മറ്റുള്ള ആളുകൾ കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കുക. ഒന്ന് കട്ട് ചെയ്യോ? കട്ട് ചെയ്തോ? ഒരു 26 വയസ്സിലിരിക്കും ഇയാൾ എന്ത് ഉഷാറാണ്. കല്യാണ വീട്ടിലൊക്കെ പാത്രം കൊടുക്കാനും ചോറ് വിളമ്പാനും വെള്ളം കൊടുക്കാനൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും. ഒരു പരിപാടിയൊക്കെ നടത്തിയാൽ ഇയാള് മുൻകൈ എടുത്ത് എല്ലാ കാര്യങ്ങളും നടത്തും. ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ഭയങ്കര ഫാഷനബിൾ ആയിട്ട് ഡ്രസ് ഇടും. നമ്മളൊരിക്കുക ഈ പാന്റ് ഷർട്ടൊക്കെ ഇയാൾ എങ്ങനെ, ഈ കുട്ടി എങ്ങനെ ഇടുന്നു, ഈ ചെക്കൻ എങ്ങനെ ഇടുന്നു, കാതില് കടുക്കനിടുക, ഇവിടെ പച്ച കുത്തുക, മുടി ഒരു പ്രത്യേക ഷേപ്പിൽ വെട്ടുക. അവര് ഭയങ്കര ആഘോഷിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാ. ഇതിന് വേറൊരു വശം കൂടെ ഉണ്ട്. നല്ല ഉഷാറുണ്ടായിരുന്ന ഊർജ്ജസ്വലനായിരുന്ന ഇവൻ പെട്ടെന്ന് സ്വഭാവം മാറും. പെട്ടെന്ന് ഇവന്റെ സ്വഭാവം മാറിയിട്ട് ചിലപ്പോ പറയും ഞാൻ ആത്മഹത്യ ചെയ്യും, എന്നെ ആർക്കും വേണ്ട, എന്നെ ആരും പരിഗണിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. നട്ടുച്ചക്ക് നല്ല പൊരി വെയിലത്ത് 2-3 കോട്ടിട്ട് ഹെൽമെറ്റ് ഇട്ട് മാസ്ക് വെച്ച് ചില ബൈക്കുകളിൽ ഇങ്ങനെ പറന്നു പോകുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? നമ്മൾ വിചാരിക്കും നട്ടുച്ചക്ക് എന്തിനാ ഇയാൾ കോട്ടിരുന്നത്? അതൊക്കെ ഈ പറഞ്ഞ പ്രശ്നമാണ്. ഈ മാനസിക രോഗത്തിന്റെ ലിസ്റ്റിൽ പിന്നെയും കുറെ എണ്ണുണ്ട്. അതിന്റെ അവസാനം പറയുന്ന മാനസിക രോഗത്തിന്റെ പേര് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്നാണ്. അതായത് എന്ന് പറഞ്ഞാൽ എന്താ? സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം. നിങ്ങൾ കേട്ടിട്ടില്ലേ? പപ്പടം കിട്ടാത്തതിന് അടി. കേട്ടിട്ടുണ്ടോ? അല്ലേ? പപ്പടം കിട്ടാത്തതിന് അടി, അച്ചാർ കൊടുക്കാത്തതിന് അടി. അങ്ങനത്തെ ഒരു സംഭവം അടുത്ത് നടന്നു. ചെറുപ്പക്കാരൊക്കെ ചിരിക്കുന്നുണ്ട്. ഇല്ലേ? നിസ്സാര കാരണങ്ങൾക്ക് അടിയുണ്ടാകും. ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണത്തിന് ചൂടില്ലെങ്കിൽ അടി. നിസ്സാര കാരണങ്ങൾക്ക് പ്രശ്നം. ട്രാഫിക്കില് എവിടെങ്കിലുമൊക്കെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാകുമ്പോഴേക്ക് ദേഷ്യം പിടിക്കുക, അടിക്കുക.
അപ്പൊ ഈ പറഞ്ഞ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്ന മാനസിക രോഗത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം ഉണ്ടാവുന്നത് ശാരീരിക അസുഖമല്ല, മാനസിക രോഗമാണ്. പിന്നീടാണ് ശാരീരിക അസുഖങ്ങൾ ഉണ്ടാവുക. അത് നമുക്കറിയാം. ശാരീരിക അസുഖത്തെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്കും മദ്യപിക്കുന്ന ആളുകൾക്കും ഒക്കെ ഉണ്ടാവുന്ന ശാരീരിക പ്രശ്നങ്ങള്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ നമ്മൾക്കറിയാം. പലപ്പോഴും ഈ മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ പല്ല്, എല്ല് എന്ന് പറയുന്ന സാധനങ്ങൾ തീരെ ഉറപ്പ് കുറഞ്ഞതായിരിക്കും. അതായത് ഈ മയക്കുമരുന്നുകൾ, സിന്തറ്റിക് മയക്കുമരുന്നുകളൊക്കെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഈ മയക്കുമരുന്ന്, ശരീരത്തിൽ എത്തിയ മയക്കുമരുന്നിനെ ദഹിപ്പിക്കാനോ ഡിസോൾവ് ചെയ്യാനോ ഡൈല്യൂട്ട് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് ശരീരത്തിലെ കാൽഷ്യത്തിന് എടുക്കും. അല്ലെങ്കിൽ ശരീരത്തിൽ കാൽഷ്യം അബ്സോർപ്ഷൻ തീരെ ഉണ്ടാവില്ല. അപ്പൊ പല്ലും എല്ലും ഒക്കെ തീരെ ഉറപ്പ് കുറഞ്ഞതായിരിക്കും. പല്ലില് കറുത്ത പോടുകൾ ഉണ്ടാകുക, പല്ല് പൊട്ടിപ്പോവുക, അതേപോലെ നഖം പൊടിഞ്ഞു പോവുക. ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളുമാണ്. പിന്നെ നമ്മുടെ കുട്ടികളുടെ ശാരീരിക അവസ്ഥ നമ്മളൊന്ന് ഇടക്കിടക്കൊന്ന് പരിശോധിക്കുക. കുട്ടി പഠിക്കാനിരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് നമ്മള് അടുത്ത് പോയിരുന്ന് കയ്യും കാലൊക്കെ എല്ലാം ഒന്ന് പരിശോധിക്കുക. കൈയിന്റെ മടക്കിലോ ഈ കൈ തുടങ്ങുന്ന ഭാഗത്തൊക്കെ എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇനി പറയുന്നത്, ലഹരി ഉപയോഗത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോവാതിരിക്കാൻ എന്ത് ചെയ്യാം? എന്താ ചെയ്യാൻ പറ്റുക? അത് രക്ഷിതാക്കൾ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. എന്താ നമ്മൾ ചെയ്യുക? രക്ഷിതാക്കൾ ചോദിക്കാറുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കുട്ടികൾ ഇങ്ങനെയുള്ള ലഹരി ഉപയോഗത്തിലേക്ക് പോവാതിരിക്കാൻ എന്താ ചെയ്യാ? രക്ഷിതാക്കൾ ചോദിക്കാറുണ്ട്. പലപ്പോഴും രക്ഷിതാക്കള് വീട്ടിൽ കൊടുക്കുന്ന അമിത ലാളനകള്, ഞാൻ നേരത്തെ ഒരു സംഭവം പറഞ്ഞു, ഉപ്പ വന്ന് പറഞ്ഞ എന്താണെന്നറിയോ, നമുക്ക് ശരിയാക്കി എടുക്കാം, ഒരു കുഴപ്പമില്ലാന്ന്. രക്ഷിതാവ് കൊടുക്കുന്ന അമിത ലാളന ചില കുട്ടികള് ചൂഷണം ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രി കുട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് രക്ഷിതാവിന് അറിയില്ലെങ്കിൽ അയാളെ രക്ഷിതാവെന്ന് പറയാൻ അർഹനല്ല. രാത്രി എങ്ങോട്ടാണ് കുട്ടികൾ പോകുന്നത് നമ്മൾ അറിയണം. നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കലാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയുള്ള ദുശീലങ്ങളിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം. രക്ഷിതാക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവര് വീട്ടിലുള്ള നിങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കും. ഞാൻ കുട്ടികളോട് ചോദിക്കാറുള്ളത്, ഇവിടെ കുട്ടികൾ കുറെ ഉണ്ടല്ലോ, ബാക്കിലിരിക്കുന്ന കുട്ടികള്, നിങ്ങൾ വീട്ടില് മുറ്റമടിച്ചു വരാറുണ്ടോ? കുട്ടികളെ വീട്ടിൽ മുറ്റടിച്ചു വരാറുണ്ടോ? പാത്രം കഴുകാറുണ്ടോ? നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം ആരാ കഴുകാറുള്ളത്? കുട്ടികൾ പറയും, ആരാ കഴുകുക? പെൺകുട്ടികൾ പിന്നെ കുറച്ചൊക്കെ ചെയ്യും. ആൺകുട്ടികൾക്ക് എങ്ങനെ കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയില്ല. രക്ഷിതാക്കളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് ആൺകുട്ടികൾക്ക് ശ്രദ്ധ കുറവാണ്. രക്ഷിതാക്കൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളിലും നമ്മുടെ കുട്ടികളെ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് വീട്ടിലുള്ള ചെറിയ ചെറിയ ജോലികളിലൊക്കെ കുട്ടികളെ ഉൾപ്പെടുത്തുക. പൊതുവെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത്, ഞാൻ കഷ്ടപ്പെട്ട് വലുതായതാണ്, അതുകൊണ്ട് എന്റെ കുട്ടിയെ ഞാനൊരു കഷ്ടപ്പാടും അറിയിക്കില്ല എന്നാണ്. അത് ശരിയല്ല. വീട്ടിലെ രക്ഷിതാക്കൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ജോലികളിലും കുട്ടികളെയും ഉൾപ്പെടുത്തണം. എന്നാലേ കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴോ ഒരുമിച്ച് സമയം ചെലവഴിക്കുമ്പോഴൊക്കെ രക്ഷിതാക്കൾ പറയേണ്ടത് ഉപ്പയുടെ കഷ്ടപ്പാടിനെ കുറിച്ചാണ്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉപ്പ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ കുട്ടികൾ വികൃതി നിർത്തും. അങ്ങനെയല്ലായിരുന്നു. ഉപ്പ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ പഴയ കുട്ടികളൊക്കെ വികൃതി നിർത്തുമായിരുന്നു. കാരണം അവരോട് ചെറിയ പ്രായത്തിലെ ഉമ്മ പറഞ്ഞ് വളർത്തി വലുതാക്കിയത് എങ്ങനെയാണെന്നറിയോ? ഉമ്മയോ വല്യമ്മയോ ഒക്കെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുള്ളത്, നിന്റെ ഉപ്പ വലിയൊരു വീരശൂര പരാക്രമിയാണ്. ആണോ അല്ലേ? അങ്ങനെ ആയിരുന്നു. ഉപ്പ ബഹുമാനിക്കപ്പെടേണ്ട ഒരാളാണ്. ഉപ്പ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണം കിട്ടുന്നത്.
മഴയും വെയിലും പൊടിയും പുകയൊക്കെ കൊണ്ട് ഉപ്പ അധ്വാനിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അന്നൊക്കെ കുട്ടികൾക്ക് ഉപ്പയോടൊരു ബഹുമാനവും സ്നേഹവും ആദരവും ഭയം പേടിയും എല്ലാം ഉണ്ട്. ഇന്നത്തെ കുട്ടികളോട് അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ ആളില്ല. കുട്ടികൾ ചെറിയ പ്രായത്തിൽ ഈ പറഞ്ഞ ഫോണിലും കളിച്ച് വളർന്നു വലുതാവുകയാണ്. അവരോട് ഉപ്പയുടെ കഷ്ടപ്പാടിനെ കുറിച്ചോ ഉമ്മയുടെ മഹാത്മ്യത്തെ കുറിച്ചോ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തതാണ് അവർക്ക് ഉപ്പയോടും ഉമ്മയോടും ബഹുമാനവും സ്നേഹവും ഒക്കെ കുറഞ്ഞു പോകാനുള്ള കാരണം. ആ റോള് പലപ്പോഴും ചെയ്യേണ്ടത് വീട്ടിലുള്ള ഉമ്മയാണ്. ഉപ്പയെ കുറിച്ച് ബഹുമാനം കുട്ടിയിൽ ഉണ്ടാക്കേണ്ടത് വീട്ടിലുള്ള ഉമ്മയോ വല്യമ്മയോ ഒക്കെയാണ്. അപ്പൊ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടി ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടോ ജോലി കഴിഞ്ഞ് വന്നിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ തുറന്നു പറയും. നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ LKG UKG ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ ക്ലാസ് കഴിഞ്ഞ് വന്ന വീട്ടിൽ ആദ്യം ചെയ്യുക ക്ലാസ്സിൽ നടന്ന എല്ലാ കാര്യവും വീട്ടിൽ പറയും. അമ്മയോട് ഉമ്മയോട് പറയും, അല്ലെങ്കിൽ വഴിയിൽ വരുന്ന ആൾക്കാരോട് പറയും, കാണുന്നവരോടൊക്കെ പറയും. ടീച്ചർ ബോർഡിൽ എഴുതി, അടുത്ത കുട്ടി പെൻസിൽ എടുത്തു, ഇപ്പുറത്തെ കുട്ടി പെണ്ണെടുത്തു എന്നൊക്കെ പറയും. പക്ഷെ ഇന്നത്തെ കുട്ടികള്, പ്രത്യേകിച്ച് കുട്ടികൾ 5ാം ക്ലാസ് 6ാം ക്ലാസ് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും വീട്ടിൽ ഒരു കാര്യവും വന്ന് തുറന്നു പറയുന്നില്ല. വീട്ടിൽ കാര്യങ്ങൾ തുറന്നു പറയുന്നില്ലെങ്കിൽ കുട്ടികളിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പൊ കുട്ടികൾ എല്ലാ കാര്യങ്ങളും വീട്ടിൽ തുറന്ന് പറയുന്ന രീതിയിൽ കുട്ടികളെ വളർത്തുക. ഒന്ന് കട്ട് ചെയ്യാം. ഞങ്ങൾ സ്പർശനവുമാണ്. അത് കിട്ടാത്ത കുട്ടികള് ഇങ്ങനെയുള്ള ദുശീലങ്ങളിലേക്ക് പോകും. 100% ഉറപ്പാണ്. കുട്ടികളെ ഇടയ്ക്കൊന്ന് അടുത്തിരുത്തിയിട്ട് വിശേഷങ്ങൾ ചോദിക്കാം. മോനെ മോളെ എന്തൊക്കെയാണ് സ്കൂളിൽ എന്തൊക്കെയാണ് നടന്നത്, ടീച്ചറെ ഏതുവരെ ക്ലാസ് എടുത്തു, അല്ലെങ്കിൽ നോട്ടൊക്കെ കംപ്ലീറ്റ് എഴുതി തീർത്തോ. കുട്ടി പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഉമ്മമാര് ശ്രദ്ധിക്കേണ്ടത്, കുട്ടി പഠിക്കുന്ന സമയത്ത് ഒന്ന് അടുത്തിരുന്ന് കുട്ടിയുടെ നോട്ട്ബുക്ക് ഒന്ന് എടുത്ത് മറച്ചു നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നോട്ട് ബുക്ക് കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ടോ, എവിടെങ്കിലും എഴുതാൻ ബാക്കി വെച്ചിട്ടുണ്ടോ, നോട്ട് ബുക്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ, എന്തെങ്കിലും പേപ്പർ കഷ്ണങ്ങളോ എന്തെങ്കിലും കവറുകളോ, ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും സാധനങ്ങളോ പുസ്തകത്തിലോ ബാഗിലോ മേശവലിപ്പിലോ അലമാരയുടെ അടിയിലോ അല്ലെങ്കിൽ ബെഡിനടിയിലൊക്കെ ഉണ്ടോന്ന് രക്ഷിതാക്കളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കുട്ടികൾ പഠിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഒന്ന് അടുത്തിരുന്നിട്ട് ഒന്ന് തലയിൽ ഒന്ന് തലോടി ഒരു ഉമ്മ കൊടുത്താൽ നമ്മുടെ മക്കൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് തുറന്നു പറയും. ഞാൻ നേരത്തെ പറഞ്ഞു 24 വയസ്സുകാരനെ അവൻ പറഞ്ഞത് അവൻ അമ്മയോട് ഇഷ്ടമല്ല, അമ്മക്ക് അവനോട് ഇഷ്ടമല്ല എന്നാണ്. അമ്മ ഞാൻ ചെയ്ത പോലെ ഒന്ന് അടുത്തിരുത്തി തലയിലൊന്ന് തലോടി, മോനെ നിനക്കെന്താണ് ഈ സ്വഭാവ മാറ്റം, എന്തുകൊണ്ടാ പെട്ടെന്ന് ദേഷ്യം വന്നത്, എന്തുകൊണ്ടാ ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഈ കുട്ടി പറയായിരുന്നു, എനിക്ക് ഒരാള് ഒരു പൊടി തന്നിട്ട് ഒരു വെളുത്ത കവറില്, ഒരു സിപ്പ് കവറില്, ഹോമിയോ മരുന്ന് വാങ്ങുന്ന സിപ്പ് കവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഹോമിയോ മരുന്ന് വാങ്ങുമ്പോ ഒരു കവറിലിട്ടത്, ഒരു സിപ്പ് കവർ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു കവറില്ലേ, കണ്ടിട്ടുണ്ടല്ലേ? അങ്ങനത്തെ കവറിൽ എന്തെങ്കിലും പൊടിയിട്ട് കുട്ടികൾക്ക് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടി നമ്മളോട് തുറന്ന് പറയണമെങ്കിൽ കുട്ടിയെ നമ്മൾ അടുത്തിരുത്തി ഒന്ന് തലയിലൊന്ന് തലോടിയും ഒരു ഉമ്മ കൊടുക്കുകയും അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയൊക്കെ വേണം. പ്രത്യേകിച്ച് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അടുത്ത് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയും. അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ രക്ഷിതാക്കളോട് പറയാനുണ്ട്. രക്ഷിതാക്കൾ അതിന് സമയം കൊടുക്കുക. അതിന് സമയം കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് സമയമില്ലെങ്കിൽ ആ കുട്ടികള് അത് കേൾക്കുന്ന ആളുടെ അടുത്തേക്ക് പോകും. നല്ല കുടുംബ ബന്ധം ഉണ്ടാക്കുക, രക്ഷിതാക്കളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് കുട്ടികളോട് ഇടക്കിടക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഉപ്പമാർക്ക് ഒരുപാട് അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഉപ്പമാർക്ക് ഒരുപാട് അധികാരങ്ങൾ നഷ്ടപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ട ഒരു അധികാരമാണ് പദവിയുടെ അധികാരം. ഉപ്പ എന്ന് പറയുമ്പോൾ ഒരു പദവി ഉണ്ടായിരുന്നു പണ്ട്. ഉമ്മ എന്ന് പറഞ്ഞതും ഒരു പദവിയായിരുന്നു. അതിനൊരു അധികാരം ഉണ്ടായിരുന്നു. അത് ഉപ്പമാർക്ക് നഷ്ടപ്പെട്ടു. അത് നമ്മൾ തിരിച്ചു പിടിക്കണം. ചെറിയ പ്രായത്തിലെ മക്കളോട് ഉപ്പ
ബഹുമാനിക്കപ്പെടേണ്ട, സ്നേഹിക്കപ്പെടേണ്ട, ഭയപ്പെടേണ്ട ഒരാളാണെന്ന് ചെറിയ പ്രായത്തിലെ വളർത്തി വലുതാക്കുക. നമ്മളെ കുട്ടികളിലൊക്കെ നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക. പുസ്തകം വായിക്കുന്ന കുട്ടികൾ കുറവാണ്. ഗ്രൗണ്ടിൽ പോയി ഫുട്ബോൾ കളിക്കുന്ന എത്ര കുട്ടികളുണ്ട് ഇവിടെ? ഒന്ന് കൈവക്ക്. ഗ്രൗണ്ടിൽ പോയി ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുണ്ടോ? ഗ്രൗണ്ടിൽ പോയി ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുണ്ടോ? കൈ മേലോട്ട് വെക്കണം, മേലോട്ട് വെക്കണം. കുറവാണ്. നിങ്ങൾ കണ്ടില്ലേ ഗ്രൗണ്ടിൽ പോയി ഫുട്ബോൾ കളിക്കുന്ന, ഏതെങ്കിലും ഒരു കായിക വ്യായാമത്തിൽ ഏർപ്പെടുന്ന കുട്ടികൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇവർക്ക് രാത്രി ഉറക്കില്ലാത്തത്. പ്രത്യേകിച്ച് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ അമ്മമാര് പറയാറില്ല എന്താണെന്നറിയോ? ഇവര് രാത്രി ഉറങ്ങുന്നില്ല. എന്തുകൊണ്ടാണ് രാത്രി ഉറക്കില്ലാത്തത്? ശാരീരികപരമായിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല. ഇവര് ഭക്ഷണം കഴിക്കുക, ഫോണിൽ കളിക്കുക, പിന്നെയും ഭക്ഷണം കഴിക്കുക, ഫോണിൽ കളിക്കുക, അല്ലെങ്കിൽ TV കാണുക. വീട്ടിലൊരു കൃഷി ചെയ്യുക, ഒരു പൂന്തോട്ടം ഉണ്ടാക്കേ, ഒരു കാര്യവും കുട്ടികൾ ചെയ്യുന്നില്ല. ഗ്രൗണ്ട് കളിക്കാൻ പോകുന്നില്ല. പണ്ടൊക്കെ അങ്ങനെയല്ല. രാവിലെ സ്കൂളിൽ പോകുമ്പോ കളിക്കും, ഉച്ച വരെ കളിക്കും. സ്കൂളിൽ പോകുന്ന കളിക്കാനാ. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ കളിക്കും. വൈകുന്നേരം കളി കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് എന്തെങ്കിലും പുസ്തകമോ സ്ലേറ്റോ ഉണ്ടോ ഒരൊറ്റ കയറിഞ്ഞ് പിന്നെയും കളിക്കാൻ പോകും. ഇരുട്ടാകുമ്പോ വീട്ടിൽ വന്നിട്ട് ഒന്ന് കുളിച്ച് പുസ്തകം അങ്ങോട്ട് തുറക്കുന്നതേ ഓർമ്മയുണ്ട്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആണോ അല്ലേ? അതിന്റെ ഇടയ്ക്ക് ചിലപ്പോ ഉമ്മ എന്തെങ്കിലുമൊക്കെ വാരി തന്നിട്ടുണ്ടാവും. അന്ന് ഉറക്കുണ്ടായിരുന്നു, ഇന്ന് ഉറക്കില്ല. ഉറക്കില്ലാത്ത കുട്ടികളാണ് ഫോൺ എടുത്തിട്ട് ഓൺലൈൻ സുഹൃത്തുക്കളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുന്നത്, അവരയച്ചു കൊടുക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങുന്നത്, സ്കൂട്ടർ എടുത്ത് പുറത്തിറങ്ങുന്നത്. രാത്രി സമയത്ത് കുട്ടികള് 5 മിനിറ്റ് കൊണ്ട് വരാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കേണ്ട. എന്തിനാ പോകുന്നത്, എവിടെയാ പോകുന്നത്, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് അത്യാവശ്യം മാത്രമാണെങ്കിൽ പുറത്തു വിടാം. അപ്പൊ കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല. നിങ്ങളുടെ കുട്ടികളിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയാൽ, എന്ത് സാധനം കിട്ടിയാലോ, എന്തെങ്കിലും പേപ്പർ കഷ്ണങ്ങളോ, ബട്ടർ പേപ്പർ പോലെയുള്ള പേപ്പർ കഷ്ണങ്ങളോ, എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഹോമിയോ മരുന്ന് വാങ്ങുന്ന അതേപോലുള്ള കവറുകളോ, എന്തെങ്കിലും കുഴലുകളോ, മറ്റെന്തെങ്കിലും നിങ്ങൾ ഇതുവരെ കാണാത്ത അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളോ കിട്ടിയാൽ ദയവ് ചെയ്ത് അത് മൂടി മറച്ചു വെക്കരുത്. ആരോടെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ കുട്ടി സ്ഥാപനത്തിലെ അധ്യാപകരോടെങ്കിലും നിങ്ങൾ പറയണം, എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം മാറ്റേണ്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, അത് എന്താ സാധനം എന്ന് ചോദിക്കണം. എന്നിട്ട് കൃത്യമായിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തണം. നിങ്ങൾക്ക് എക്സൈസ് വകുപ്പിന്റെ കീഴില് സൗജന്യമായി കൗൺസിലിങ്ങും ചികിത്സയും മരുന്നൊക്കെ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും കുട്ടികളോ ഇനി മുതിർന്ന ആളുകളായാലും ശരി, എന്തെങ്കിലും ഇങ്ങനെയുള്ള ലഹരി ഉപയോഗം പോലുള്ള ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടെത്തി ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. അപ്പൊ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ഇതിന്റെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.